ജപ്പാനിൽ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 48ആയി. പശ്ചിമ തീരത്തെ സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. എന്നാൽ തുടർ ഭൂചലനങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. ഭൂകമ്പത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മധ്യവാജിമയിൽ മാത്രം 200-ലധികം കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നു. പുതുവത്സര ദിനത്തിലുണ്ടായ വൻ ഭൂചലനത്തിന് പിന്നാലെ തുടർചലനങ്ങൾ ജപ്പാനിൽ തുടരുകയാണ്. ഇതുവരെ 155-ലധികം തുടർചലനങ്ങളുണ്ടായി. ഭൂകമ്പമാപിനിയിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ചലനത്തിന് പിന്നാലെ പുറപ്പെടുവിച്ച സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു. സമുദ്രമേഖലയിലെ എല്ലാ തൊഴിലുകൾക്കും തൽക്കാലം വിലക്കുണ്ട്. സമുദ്രത്തിലെ മാറ്റങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസി നിരന്തരം വിലയിരുത്തുന്നുണ്ട്. പ്രധാന വിനോദസഞ്ചാര മേഖലയും ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രവുമായ ഇഷിഗാവ പ്രിഫെക്ചറിലെ മധ്യവാജിമയിൽ 200-ലധികം കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു. 25 കെട്ടിടങ്ങൾ തകർന്നു വീണു. സുസു നഗരത്തിൽ 50 കെട്ടിടങ്ങൾ തകർന്നുവെന്നാണ് ഔദ്യോഗിക കണക്ക്. ഹോൻഷു ദ്വീപിലേക്കുള്ള റോഡുകളും പ്രദേശത്തെ കെട്ടിടങ്ങളും തകർന്നു. ഭൂചലനങ്ങൾക്ക് പിന്നാലെ വലിയ മണ്ണിടിച്ചിലുണ്ടായി. ഇതിൽ അകപ്പെട്ടവരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആയിരങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് കണക്കുകൂട്ടൽ. മരണസംഖ്യ കൂടുതൽ ഉയർന്നേക്കുമെന്നാണ് കരുതുന്നത്. ആശുപത്രികളിൽ കൂടുതൽ പേർ ചികിത്സ തേടി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സൈന്യം രംഗത്തിറങ്ങി. റൺവേ തകർന്നതിനെ തുടർന്ന് നോട്ടോ വിമാനത്താവളം അടച്ചുവെന്നും ദേശീയ മാധ്യമമായ NHK റിപ്പോർട്ട് ചെയ്തു. ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമാണെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ അറിയിച്ചു. റോഡുകൾ തകർന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചുവെന്നും പ്രധാനമന്ത്രി. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.